ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്ത്. കുറച്ച് മക്കളുടെ പേരുകൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നില്ല. എല്ലാം രാമായണത്തിലും ഭാഗവതത്തിലും നാരായണത്തിലും ഉള്ള മക്കളുടെയാണ്. രുക്മിണി മോഹൻ, താരാ മനോജ്, സ്മിത, ശാന്തമ്മ കിഴക്കേ പറമ്പിൽ, രാധാ ശിവാനന്ദൻ, ഗീതാ നായർ, ശ്രീല, ജഗദമ്മ, ബിജു, പ്രസന്ന, നിർമ്മല രമേഷ്, ജയശ്രീ ബാബു, ജയാനിൽ, വത്സല ചെല്ലപ്പൻ, ഇനിയും മക്കൾ. ഞാനിത് ഒത്തിരി എണ്ണം നോക്കി എടുത്തതാ മക്കളെ. അല്ലാതെ നിരന്ന് മുമ്പൊക്കെ കിടക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ കിടക്കുന്നില്ല. എങ്കിലും എല്ലാവരെയും പേരുകൾ ഞാൻ പറഞ്ഞെന്നാൽ എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഭഗവത് കൃപ ഉണ്ടാകണം, ഭക്തി വർദ്ധിക്കണം, എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം, ഈശ്വരകൃപയും ഉണ്ടാകണം. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഇതിൽ പേര് തരാത്ത ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്നായി ഭാഗവതം വായിച്ച് മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് നാമം ചൊല്ലാം. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി. അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ട് അളവിലുണ്ടായൊരുണ്ടൽ ഭേദമുണ്ടാവതല്ല. മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികളുണ്ടാക എങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി. കർമ്മത്തിനും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്തീന നിത്യഗതി തൊൽഭക്തിവർദ്ധന ഉദിക്കേണം എൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനദി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമ. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി
വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോദനാഥ ഹരിനാരായണായ നമ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടുവന്നവനു നാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവംഭോരുഘാഷ ഹരിനാരായണായ നമ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്കയെന്ന് അടിമ നാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നമുക്ക് ശ്രീഹരി അഷ്ടകം കൂടെ ചൊല്ലാം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം കൃതാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേദം സുരാനീകേദം ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാംനായ ഗാനം ഖഗാധീശയാനം വിമുക്തിർനിദാനം ഹതാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം. സുരാളീ ബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ഠം സദാ യുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാളിയമർദ്ദനം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ കടമ്പിൻ്റെ മുകളിൽ കയറി നദിയിലേക്ക് കാളന്തിയിലേക്ക് അത്രയും അഗാധമായ പൊക്കത്തുനിന്നാണ് ചാടിയത്. കാരണം ആ വെള്ളമെല്ലാം ഒന്ന് ഇളകി മറിയണം. അതിനുവേണ്ടി ഭഗവാന് അല്പം ഈ കാളിയനോട് ദേഷ്യമുണ്ട്. അപ്പോൾ എന്താ പരീക്ഷിത് മഹാരാജ അപ്പോൾ ചോദിച്ചു, എല്ലാ വൃക്ഷങ്ങളും അവിടെ നിന്ന വൃക്ഷങ്ങളും പുല്ലുകളും അവിടെ വസിക്കുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ മരിച്ചു, വൃക്ഷങ്ങളും ഒക്കെ ഇല്ലാതെ പോയി. പക്ഷേ ഈ കടമ്പ് എങ്ങനെ അവിടെ നിന്നു എന്ന് ചോദിച്ചു. അതിനാണ് നമ്മൾ വായിച്ചത്. ഗരുഡൻ്റെ അമ്മയ്ക്ക് അസുഖത്തിന്
അമൃതിന് പോയി. തിരിച്ചു വന്ന വഴിക്ക് ശരീരത്തിന് ക്ഷീണം വന്നപ്പോൾ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ, കടമ്പിൻ്റെ മുകളിൽ ഇരുന്ന് വിശ്രമം തീർത്തു. പക്ഷേ വന്ന വഴിക്ക് തുളുമ്പി തുളുമ്പി വന്നു. വൃക്ഷത്തിൽ കയറിയപ്പോൾ ആ മരത്തിൻ്റെ മുകളിലേക്ക് തന്നെ ഈ കലശത്തിൽ നിന്ന് അമൃത് തുളുമ്പി തുളുമ്പി വീണപ്പോൾ ആ മരത്തിന് അമരത്വം ഉണ്ടായി. അത് ഇനി എന്തൊക്കെ വിഷം കയറിയാലും കാറ്റ് വിഷവായു അടിച്ചാലൊന്നും അത് ഉണങ്ങത്തില്ല. അതിൻ്റെ വെള്ളത്തിലെ വേര് ഒന്നും സംബന്ധിക്കില്ല. കാരണം അതിന് അമൃത് കഴിച്ചതുകൊണ്ട്. കാരണം ദേവന്മാർ അമൃത് കഴിച്ച് അമരന്മാരായതുപോലെ ആ കടമ്പിനും അമരത്വം നേടി. അതാണ് ഇതിൽ പറഞ്ഞത്. അതാണ് ഒരു കാരണം. നമ്മളതാണ് വായിച്ചത്. ഒരു കാരണം അതാണ് ഈ കടമ്പ് അവിടെ നിൽക്കാനുള്ളത്. പിന്നെ ഒരു കാരണം നമുക്ക് വായിക്കാം. എന്തുവന്ന് അങ്ങനെ ശ്രീശുകൻ താനും ചിരിച്ചു പറയുന്നു, എന്താ ഈ കടമ്പ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം ഒന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ അതിന് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. എന്താ കാരണം? പണ്ട് വിനതാത്മജൻ പന്നകാന്തകൻ ഇണ്ടൽ തൻ മാതാവിനാശു തീർത്തിടുവാൻ ചന്തമേറും ത്രിദിവം പ്രവേശിച്ചമൃത അന്തരമെന്നിയെ കൊണ്ടുപോരുന്ന നാൾ കുണ്ഠത തീർത്തു പോകാൻ തൻ പുരോഭുവി കണ്ടു കടമ്പ് അതിന്മേലിരുന്നിടിനാൻ. അതിൻ്റെ വിഷമം തീർക്കാൻ കടമ്പിൻ്റെ മുകളിൽ ഈ അമൃതം കൊണ്ടിരുന്നു. ത്രിദിവം പ്രവേശിച്ച് അമൃത് ഈ കലശത്തിൽ. അങ്ങനെ അതിൻ്റെ പുരോഭുവി കടമ്പിൻ്റെ മുകളിൽ കയറി ക്ഷീണം തീർക്കായിരുന്നു. കണ്ടു കടമ്പ് അതിന്മേൽ ഇരുന്നിടിനാൻ കമ്പം കലർന്നു കലശം തുളുമ്പി വീണ് അൻപോട് അതിന്മേൽ ഒഴുകി നിരന്തരം സമ്പ്രതി മേൽമേൽ. അതുകൊണ്ട് അതിനൊരു തുമ്പ അണയായതിന് ഒരു കാരണം. ബാക്കി വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. എന്നാൽ ഇത് കാരണം കൊണ്ടാണ് അതിന് ഒരു തുമ്പ അണയായ, ഒരു വിഷമം കൂടാതെ അവിടെ നിൽക്കുന്നത്. പിന്നീട് അടുത്തത്, പിമ്പൊരു കാലം അൻപോട് അമൃതാത്മകൻ തൻപതാംബോരുക സ്പർശമുണ്ടായി വരും ബന്ധം. അതുകൊണ്ട് ഉണ്ട കടമ്പിന് സന്താപം ഏതുമില്ലായ്വാൻ മഹീപതേ. വേറൊരു കാരണം ഇങ്ങനെയും കൂടെ പറയുന്നു. അതായത് തൻപതാംബോരുകം, ഭഗവാന്റെ സ്പർശം എങ്ങനെയോ അതിന് മുമ്പ് ആ വൃക്ഷത്തിൽ നിന്ന് തൊട്ടു സ്പർശം ഉണ്ടായി വരും. അതുകൊണ്ട് ആ ബന്ധം അതുകൊണ്ട് ഉണ്ട് കടമ്പിന് ഒരു ദ്വേഷമോ ഉണ്ടാകുന്നില്ല എന്നും കൂടെ ഒരു അറിവുണ്ട്. അതുകൊണ്ട് സന്താപം ഏതുമില്ലായ്വാൻ മഹീപതേ. ആ കടമ്പിന് ഇങ്ങനെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഭഗവാനൊന്ന് സ്പർശിച്ചു എന്നോ ആയിരിക്കും, എനിക്കത് അറിയാൻ വയ്യ. അതുകൊണ്ട് അതിന് സന്താപം ഒരു വിഷമോ ഈ കടമ്പിനില്ല. മഹീപതേ, രാജാവേ, അത് പരീക്ഷത്തെ. ബന്ധുവായുള്ള ഭഗവാൻ അരവിന്ദ ബന്ധുസുതയിലാമാറ് ചാടും വിധോ. ബന്ധുവായുള്ള ഭഗവാനാണ് ഈ കാളന്തിയായിട്ട് ഭഗവാൻ ബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധുവായുള്ള ഈ കാളന്തിയിൽ ഭഗവാൻ ചാടി ഈ കടമ്പിൻ്റെ മുകളിൽ നീ ചാടും വിധോ. ചെമ്പൊൽ ഗിരീന്ദ്രൻ മഹാമേരു താനുടൻ അമ്പസിൽ വീഴ്വത് പോലെ വീണിടി ഞാൻ. ഭയങ്കര പർവ്വതം പോലെ മഹാമേരു ഒരു അമ്പസിൽ നിന്നിങ്ങനെ വീഴുന്നത് പോലെ ഭയങ്കരമായിട്ട് അഗാധമായ അവിടെ ചാടിയത്. ഭഗവാന്റെ ഈ ചാട്ടത്തിൽ ഒരു പർവ്വതം വന്ന് വീഴുന്നത് പോലെയാണ്. അപ്പോഴെന്ത് വന്നു? കീഴ്മേൽ മറിഞ്ഞിതു കാളന്തി വാരിയും സാമാന്യമെന്നെ ഉയർന്നിത് അങ്ങ് ഓളവും. ഓളമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് നദിയിലെ വെള്ളം അത്രത്തോളം അങ്ങ് ഉയർന്ന്, സാമാന്യത്തിലും അധികമായി ഉയർന്ന് അങ്ങ് ഓളം അങ്ങോട്ടാണ്. ഓളം ഇങ്ങനെ നമ്മൾ കിണറ്റിൽ തന്നെ വലിയൊരു പാറയോ വെള്ളം ഇങ്ങിട്ട ഒരു ഓളമെട്ടം കൊണ്ടല്ല, അതുപോലെ ഈ ഭഗവാൻ ഒരു പർവ്വതം പോലെ അങ്ങ് ഊക്കോടെ ചാടുന്നത്. ഭഗവാന് ശരിക്കും അന്നേരം പർവ്വതം പോലുള്ള ആരോഗ്യം എടുത്തും കാണും. ഭഗവാനല്ലേ, എന്നാലല്ലേ ആ വെള്ളമൊക്കെ ഒന്ന് ഉലുങ്ങി കാളിനെ കഞ്ഞ് ഒളിച്ചിരിക്കുന്ന കാളിനെ കഞ്ഞ് വെളിയിലോട്ട് വരത്തുള്ളൂ ദേഷിച്ചിട്ട്. അതുകൊണ്ട് ഭഗവാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ അമ്പസിൽ വീഴുന്നത് പോലെ വീണ് അപ്പോഴെന്ത് വന്ന് വെള്ളമെല്ലാം കീഴ്മേൽ മറിഞ്ഞു. അടിയിൽ കിടക്കുന്ന വെള്ളമൊക്കെ മുകളിലേക്ക് അങ്ങ് പൊങ്ങി. കീഴ്മേൽ മറിഞ്ഞിതു കാളന്തി വാരിയും സാമാന്യം എന്നെ ഉയർന്നത് അങ്ങ് ഓളവും. ഭയങ്കരമായിട്ട് ഓളവും വന്നു. ഓളം വെട്ടുന്നത് കേട്ടിട്ടുണ്ടോ? അത് തന്നെ. കാളിയൻ തന്നെ കാമിനിമാരോടും മേളമിയെന്ന് അഹിബാലഗണത്തോടും. ഈ കാളിയനും ആ കാളിയൻ്റെ കാമിനിമാരായ സ്ത്രീകളും, അതായത് പെൺ സർപ്പങ്ങളും മേളമെന്ന അഹിബാല ഗണത്തോട്. ഒരുപാട് കുട്ടികളുണ്ട്. പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ,
ഗണം കൂട്ടം, ഒരുപാട് കുട്ടികളുമുണ്ട്. കൂടെ അല്ല മേളമേ നഹിബാല ഗണത്തോടും കൂടി കളിക്കുന്ന നേരം എന്തൊന്ന് ഇതെന്ന് ആടൽ പിടിച്ചു പേടിച്ച് അതിവിഭ്രമം തേടി പ്രസരിച്ചുടന്നു ഞെട്ടിത്തെറിച്ച് ചൂടേ തെറിച്ചൂടേ കിടുകിടത്തേറെ നടുങ്ങി ഞാൻ. അപ്പോൾ ഈ കുട്ടികളും അതേ കുഞ്ഞുങ്ങളാകുന്ന സർപ്പങ്ങളും അല്ല കാമിനിമാരും ഒത്തിരി സ്ത്രീകളുണ്ടല്ലോ, അതെല്ലാം കാളിയൻ്റെ ഭാര്യമാരാണ്. അതും എല്ലാം കൂടെ മേളമായിട്ടിരുന്ന് അവിടെ എന്ത് വരുന്നത് കൂടി കളിക്കുമായിരുന്നു. പാമ്പുകളെല്ലാം കൂടെ കിടന്ന് കളിക്കുന്ന നേരം ഇതെന്തോന്ന് ആടൽ പിടിച്ചു പേടിച്ച് അതിവിഭ്രം. ഈ പർവ്വതം വന്ന് വീഴുന്നത് പോലെ വന്നപ്പോൾ ഓളം വെട്ടുന്നു, കീഴ്മേൽ വെള്ളമല്ല, അടി കിടന്ന വെള്ളമല്ല, മുകളിലേക്ക് പൊങ്ങുന്നു. എല്ലാം കൂടെ ഭയങ്കര ഒരു ഭയപ്പാട് ഇവർക്കുണ്ടായി. അപ്പോഴേ പേടിച്ച് അതിവിഭ്രമം തേടി പ്രസരിച്ചുഴന്നു ഞെട്ടിത്തെറിച്ചൂടെ കിടുകിടുത്തേറെ നടുങ്ങിന. അവർ വിറച്ചു, അത്രമാത്രം ഭയന്നു പോയി, എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ പാമ്പും കുഞ്ഞുങ്ങളും എല്ലാവരും നടുങ്ങി. പാര ഉമിണ്ണാൻ വിഷവും അതുപൊഴുത് ആരൂഢ കോപം എന്നൊരു കാളിയൻ. അങ്ങനെ കാളിന് ദേഷ്യം വന്ന് പാര ഉമിണ്ണാൻ, കാരണം വിഷം തുപ്പാൻ. ദേഷ്യം വരുമ്പോഴാണല്ലോ സാധാരണ പാമ്പുകൾ ഇങ്ങനെ വിഷം അങ്ങോട്ട് ചീറ്റും. അപ്പം ആ പാര ഉമിണ്ണ അത് വെളിയിലേക്ക് തുപ്പാൻ വിഷവും അത് പൊഴുത് ആരൂഢ കോപം എന്നൊരു കാളി. ഇഷ്ടാനുസരണം അങ്ങ് ദേഷ്യം വന്ന് ആരൂഢ അത്ര അതിഭയങ്കരമായ കോപം കൊണ്ട് കാളിയൻ നീരിൽ മുഴുകിക്കിടന്ന് ചൊല്ലിയിടിനാൻ. ആ വെള്ളത്തിൽ കിടന്ന് ദേഷ്യമെന്ന് അവൻ കാളിയൻ പറയുക. നീരിൽ, അതായത് വെള്ളത്തിൽ, നദിയിൽ, കാളിന്തി നദിയിൽ കിടന്ന് ദേഷിച്ചിട്ട് വിഷമൊക്കെ മുമ്പോട്ട് തുപ്പിയിട്ട് മുഴുകി അങ്ങോട്ട് കിടന്നിട്ട് പറയുക. ഇത്രയും വലിയ ഒരു അഗാധമായ സൗണ്ട് കേട്ട് വെള്ളമെല്ലാം ഓളം വെട്ടി പാമ്പ് കുഞ്ഞുങ്ങളും കാമിനിമാരും എല്ലാം ഭയന്ന് കിടുങ്ങി വിറച്ചു. അപ്പോൾ കാളിയനെ ദേഷ്യമായിട്ട് പറഞ്ഞു, ആരടോ വന്നതന്നാലയ സീമനി പ്രാണഭയം ഒട്ടുമില്ലാകയോ ബഹുമാനം കുറഞ്ഞിങ്ങി വന്ന് ചാടിയിടുവാൻ. ആരാടാ ഇവിടെ വന്ന് എൻ്റെ ആലയത്തിൽ എൻ്റെ വാസസ്ഥലത്ത് വന്ന് ചാടിയത്? നിനക്ക് പ്രാണഭയം ഒട്ടും ഇല്ലായകൊണ്ട് നിനക്ക് ജീവനിൽ കൊതിയില്ലായിട്ടാണോ? ബഹുമാനം കുറഞ്ഞിങ്ങി വന്ന് ചാടി, നിനക്ക് ഒരു ബഹുമാനം ഇല്ലാതെ. കാളിയൻ അവിടുത്തെ രാജാവല്ലേ, അപ്പോൾ ഇത്രയും ഒരു പിഞ്ചു കുട്ടി നോക്കുമ്പോൾ കാളിയൻ സഹിക്കുമോ? അപ്പോൾ ഇത്രയും നിനക്ക് ഇത്രയും അഹങ്കാരം പാടുണ്ടോ? നിനക്ക് പ്രാണനിൽ നിനക്ക് ഭയമില്ലേ? നിനക്ക് ജീവനെ പേടിയില്ലേ? ഇത്ര ബഹുമാനമില്ലാതെ നീ വന്നിവിടെ ചാടുവാൻ എന്താ കാരണം? ചാക എന്നുള്ളത് ഒഴിഞ്ഞുടൻ അങ്ങ് നീ പോകണമെന്ന് നിനക്കല മാനസേ. നിനക്ക് ചാകുന്നതിൽ കൂടുതലോട്ട് ഒന്നും തന്നെ വരത്തില്ല. നിനക്ക് അങ്ങനെ നീ ചാകാതെ ഇവിടെ നിന്ന് പോകുമെന്ന് നീ വിചാരിക്കേണ്ട. ഇവിടുന്ന് നീ തിരിച്ചു പോകുകയില്ല. ചാക എന്നുള്ളത് ഒഴിഞ്ഞ് ഇവിടെ നീ ചാകുക തന്നെ ചെയ്യും. അതിനപ്പുറത്തായിട്ട് ഒന്നും നിനക്ക് നടക്കത്തില്ല. അതുകൊണ്ട് നീ അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. ചാക എന്നുള്ളത് ഒഴിഞ്ഞുടൻ അങ്ങു നീ പോകണമെന്നു നിനയ്ക്കൊല മാനസേ. നീ ഇവിടുന്ന് തിരിച്ചു പോകുന്നു ചിന്തിക്കണ്ട. ഏവം ചപലകളായുള്ള വാക്കുകൾ ഏറെ പറഞ്ഞു കോപിച്ചു ഭണങ്ങളും പാരാതെ പൊങ്ങിച്ച നേരത്തു നാസിക മാരുതമേറ്റു പാരം തികന്നു ജലം. അപ്പം ഇങ്ങനെയല്ല ചപലകളായുള്ള വേണ്ടാത്ത വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു ഈ ഭഗവാനോട്. ആരെന്നവൻ അപ്പോഴറിയുന്നില്ല കാളിയൻ. അപ്പോൾ നീ എന്താ ഇവിടെ ഇങ്ങനെ വന്ന് ചാടാൻ കാരണം? നിനക്ക് ജീവനത്തോടെ തിരിച്ചു പോകാൻ പറ്റുകയില്ല എന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ കോപിച്ച് പറഞ്ഞിട്ട് ഏറെ പറഞ്ഞ് കോപിച്ച് പണങ്ങളുമൊക്കെ എന്ത് ചെയ്ത് പാരാതെ പൊങ്ങിച്ച നേരത്ത് പണമൊക്കെ ഇവിടെ ഉയർത്തി മേലോട്ട് പിടിച്ചപ്പോൾ എന്ത് വന്നു? നാസികാമാരുതമേറ്റ് മൂക്കിൽ നിന്ന് ശ്വാസം തിരിച്ചു വിട്ടപ്പോൾ പാരം തികന്നു ജലം. കാരണം ഈ ഓളം വെട്ട ജലമല്ല, ശ്വാസത്തിൻ്റെ ഇത് ഊക്കൊണ്ട് നിരന്നങ്ങ് വന്നപ്പോൾ വാരിതൻ മീതെ നികന്നവൻ നോക്കിനാൻ. ശ്വാസത്തിൻ്റെ ഊക്കൊണ്ട് ഒരു ഇച്ചിരി നിശ്ചലമായി വെള്ളം നികന്നൊരു ഓളമൊക്കെ ഒന്ന് മാറി വന്നു. അവൻ്റെ പാമ്പിൻ്റെ ശ്വാസം അത്ര ഊക്കല്ലേ, വലിയ കാളിയനാ. ആ ദേഷിച്ച ഊക്കോടെ ശ്വസിച്ചപ്പോൾ വാരിതൻ മീതേ, അതായത് വാരി വെള്ളം, നദിയിലെ വെള്ളത്തിൻ്റെ മീതേ അവൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ നികന്നവൻ നോക്കിനാൻ. ആ വെള്ളത്തിനടിയിൽ കിടന്ന് മുകളിലേക്ക് വന്നൊന്ന് നോക്കിയപ്പോൾ എന്താ? ദൂരമേ കാണായി നാരായണനെയും മേളമേന്നുള്ള മേചക വാരിയിൽ നീളവേ പാരം തുടിച്ചു നീന്തുന്നതും. അപ്പോൾ ദൂരെ അവൻ നികന്നു വന്ന് നോക്കിയപ്പോൾ, പൊങ്ങി നോക്കിയപ്പോൾ ദൂരെ കൃഷ്ണനെ കണ്ടു, ഭഗവാൻ നാരായണനെ കണ്ടു. എങ്ങനെ? മേളമേന്നുള്ള മേചക വാരിയിൽ, അത് കറുത്ത വെള്ളം. ഈ പാമ്പിൻ്റെയൊക്കെ കിടന്നിടുന്ന വെള്ളത്തിന് കളറാണ്, ഈ നീല നിറമല്ലേ വിഷത്തിനൊക്കെ. അല്ല എന്തൊരു നിറമാണെന്ന് എനിക്ക് അറിയത്തില്ല.
ഇവിടെ ഇത് കിടക്ക് മേചക വാരി വെള്ളം, കറുത്ത വെള്ളമാണ് ആ നദി മൊത്തവും. അപ്പോൾ മേളമീന്നുള്ള മേചക വാരിയിൽ നീളവേ പാരം തുടിച്ച് നീന്തുന്നു. ഭഗവാൻ എന്താ ചെയ്യുന്നേ? പടപ്പോന്ന് ചാടിയിട്ട് അവിടെ നിന്ന് നീന്തുക. കാരണം ഇത്രയും ഉറക്ക ചാടാൻ ആ വൃക്ഷമല്ലേ ഉള്ളൂ. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ അവിടെ നിന്ന് ചാടിയാൽ കുറച്ച് നീന്തിയെങ്കിലേ ഈ കാലിനടുക്കളേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം ഭഗവാൻ ഇങ്ങനെ നീന്തുന്നത് ഇവൻ കണ്ടു, ഈ സർപ്പം, ഈ കാളിയൻ. അപ്പോഴെന്ത്? നീളവേ പാരം തുടിച്ച് നീന്തുന്നതും കീഴിൽ ഒരുത്തൻ ഈ വണ്ണം ഇവിടെ വന്നാഴിയും നീരുത് തൊട്ടിയിലതിനിന്ന് പാരം ചെറിയൊരു ബാലൻ ഇവനുടൻ ധീരതയോട് ആളായത് പാർത്തൊരു പോരായ്മയോട് പണങ്ങൾ സഹസ്രവം നേരെ അടുത്തടുത്താൻ അതിവിദ്രുതം. ഇത്രയും ഈ നദിയിൽ ഇങ്ങനെ വന്ന് ഒരുത്തൻ ഇതുവരെ തൊട്ടിട്ടില്ല. ഈ നദിയിൽ വന്ന് തൊടുന്ന പോയിട്ട് പിന്നെ ഇവൻ നീന്തുന്നു. ഒരു മനുഷ്യൻ ഈ നീളവേ പാരം ഇങ്ങനെ തുടിച്ച് നീന്തുന്നു. അത് ഈ കീഴിൽ ഒരുത്തൻ ഈ വണ്ണം ഇവിടെ വന്ന് ആഴിയും നീരുത് തൊട്ടിയിലതിനിന്ന്. കാരണം ഇതുവരെ ഇങ്ങനെ ഒരാൾ വന്ന് ഒരുത്തരം വന്ന് ഇവരുടെ അനുവാദം ഇല്ലാതെയോ ഇവരുടെ അടുക്ക ആരും വന്ന് ഇത് തൊട്ടിട്ടില്ല. ഇത്രയും ധൈര്യത്തോടു കൂടി വന്ന് ഇനി തൊടുന്നതാണ് പാരം ചെറിയൊരു ബാലൻ. ഇവനൊരു കുഞ്ഞല്ലേ, ഒരു കുട്ടിയല്ലേ. പാരം ചെറിയൊരു ബാലൻ ഇവനുടൻ ധീരതയോട് ആളായത് പാർത്ത. അപ്പോൾ ഇവന് വലിയ ധീരതയാണ്, കൊള്ളാം. ഇവൻ ഓർത്താൽ ഇവൻ വലിയ കാരണം കുട്ടിയാണെങ്കിൽ ഇവന് നല്ല ധീരതയുണ്ടെന്ന്, അതുകൊണ്ടാണ് അവൻ ആളായത്. ഇത്രയും വലിയ ശക്തിയോടൊന്ന് അവൻ്റെ അഹങ്കാരം, ധീരതയുണ്ട്. അത് പാർത്തൊരു പോരായ്മയോട് ഇത് ശരിയല്ല, ഇത് ഈ കാളിയൻ്റെ പോരായ്മ തന്നെയാണ്. ഇത് നല്ല ശിക്ഷ കൊടുത്താൽ ഇവൻ അടങ്ങിക്കൊള്ളും. ആരാ? കണ്ണൻ. ഭഗവാന് ചെറിയൊരു ബാലനാണ്, പക്ഷേ ഇത്രയും ധീരത കാട്ടിയതുകൊണ്ട് എൻ്റെ പോരായ്മയാണ്. ഇത് ധീരതയോട് ആളായത്. കണ്ണൻ ഈ കുട്ടിയാണ്, പക്ഷേ ഇവനിങ്ങനെ ഇത്രയും കുട്ടി നാളിലെ ഇത്ര ധീരത കൊണ്ട് ഇങ്ങനെ ആളായാൽ അത് പാർത്തൊരു പോരായ്മയോട് ഫണങ്ങൾ സഹസ്രവും നേരെ അടുത്തടുത്താൻ അതിവിദ്രുതം. അങ്ങനെ കണ്ണൻ്റെ അടുക്കിലേക്ക് ഇവനും നീന്തി അങ്ങോട്ട് ചെല്ലുക. ഭഗവാൻ നാരായണൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തുന്നു. ഇവനൊരു കുട്ടിയാണ്, ഇവൻ ഇത്ര ധീരത വന്നെങ്കിൽ ഇവൻ ആള് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കാളിനും അങ്ങോട്ട് നീന്തുക. അതിദ്രുതം നേരെ അടുത്തടുത്താൻ അതിവിദ്രുതം. കാരണം രണ്ടു പേരും തങ്ങളിൽ അടുക്കാറായി. എങ്ങനെ ഇവൻ നീന്തുന്നത്? ഈ കാളിയൻ സിംഹിക തന്നുടെ നന്ദനനാകിയ രാഹു ശശാങ്കനെ കണ്ടടുക്കും വണ്ണം. ഈ ഈ ഭാര്യ ഇവിടെയൊക്കെ നന്ദന, ഈ കുട്ടികൾ പുത്രന്മാർ. സിംഹി എന്ന് പറയുന്നൊരു ഒരു സർപ്പത്തിൻ്റെ നന്ദനൻ, ഒരു മകൻ രാഹു എന്ന് പേര്. രാഹു സർപ്പമാണല്ലോ. ഈ രാഹു ശശാങ്കനെ കണ്ടടുക്കുന്നത് പോലെ. ചന്ദ്രനാണ് ശശാങ്കൻ. ആകാശത്ത് ചന്ദ്രനുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രനെ കണ്ടാൽ നല്ല ഭംഗി, നല്ല വെട്ടമൊക്കെ ഉണ്ട്. ഈ രാഹു പതുക്കെ ശശാങ്കൻ അടുക്കലേക്ക് ചെല്ലുന്നത് പോലെ ഭഗവാൻ കണ്ണൻ ഒരു ചന്ദ്രനെ പോലെ ശോഭിച്ചിരിക്കുകയല്ലേ. അതിനാണ് ഇവിടെ ഉപമിച്ചേക്കുന്നതാണ്. അങ്ങനെ ആ ചന്ദ്രൻ്റെ അടുക്കലേക്ക് രാഹു എങ്ങനെയാണ് ചെല്ലുന്നത്? സർപ്പമാണ് രാഹു. ചന്ദ്രൻ നമ്മുടെ ആകാശത്തെ സൂര്യചന്ദ്രന്മാരിൽ ചന്ദ്രൻ. ആ ശശാങ്കനെ കണ്ടിട്ട് അടുത്ത് ചെല്ലുന്നത് പോലെ താരാർമകൾ നിജപാണി യുഗളത്താൽ ആരൂഢമോദം തലോടി നിറന്നുള്ള ചാരു കഴലിണ തന്മേൽ മടിയാതെ. അപ്പോൾ എങ്ങനെയാ? താരാർമകൾ നിജപാണി യുഗളത്താൽ ആരൂഢമോദം തലോടി. കാരണം ഭഗവാൻ കൈകൾ കൊണ്ട് വെള്ളം ഇങ്ങനെ എന്താ പറയുക, നീന്തി വരുമല്ലേ ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ താരാർമകൾ നിജ പാണി യുഗളത്താൽ, പാണി കൈകൊണ്ട് ആരൂഢമതം വെള്ളത്തിൽ ഇങ്ങനെ നീന്തുമ്പോൾ കൈകളിട്ട് നീന്തുവല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ തലോടി നിറന്നുള്ള ചാരു കഴലിണ തന്മേൽ. അപ്പോൾ ഭഗവാന്റെ കാലും കൈയൊക്കെ ഇട്ടാണ് നീന്തുന്നത്. ആ ചാരു കഴലിണ തന്മേൽ എന്ത് ചെയ്തു? മടിയാതെ ഈ സർപ്പം, ഈ കാളിയൻ ഘോരനാ കാളിയൻ ഓരോന്ന് ദംശിച്ചാൻ. ഭഗവാൻ കണ്ണൻ്റെ കാലിലൊക്കെ ഓരോന്നങ്ങ് ദംശിച്ചു, കടിച്ചു. കാരണം അമ്പിളിയെ ചന്ദ്രനെ കണ്ട് രാഹു അടുക്കുന്നത് പോലെ ഭഗവാനോട് അവിടെ ഈ കാളിയൻ നോക്കുമ്പം ചന്ദ്രനെ പോലെ ശോഭിച്ചിരിക്കുകയല്ലയോ. അങ്ങനെ കാളിയനും ചെന്ന് അടുത്തടുത്ത് ചെന്നപ്പം ഭഗവാൻ ഇങ്ങനെ നീന്തുന്നു, കൈയും കാലൊക്കെ ഇട്ട് ചെന്ന് ഒന്ന് ദംശിച്ചു, കടിച്ചു. ഏതും അതിനൊരു പീഡ ഇല്ലായകയാൽ ഏറെ അടുത്തുടൻ പിന്നെയും മേൽക്കുമേൽ. അപ്പോൾ അങ്ങനെ ഒന്ന് ദംശിച്ചെങ്കിലും അതിന് വലിയ പീഡ വിഷമം ഉണ്ടായില്ല കണ്ണന്. ഏറെ അടുത്തുടൻ പിന്നെയും അങ്ങനെ ചെയ്യുക, പിന്നെയും
അടുത്തടുത്ത് വന്ന് ശരിക്കങ്ങ് മേൽക്കുമേൽ മർമ്മങ്ങൾ തോറും കടിച്ചു തുടങ്ങിനാൻ നിർമ്മലനായൊരു നന്ദതനയനെ. ഭഗവാൻ നിർമ്മലനാണ്. നിർമ്മലനായ ഭഗവാനെ ഈ കാളിയൻ എന്ത് ചെയ്തു? മർമ്മങ്ങൾ തോറും ഒക്കെ അങ്ങ് കടിച്ചു തുടങ്ങുന്നു. കൽമഷന്മാർക്കത് തോന്നുമല്ലോ. ഇത് പാപികൾക്ക് കൊണ്ട് അങ്ങനെ ചേരാൻ. കണ്ണനെ കണ്ട ആരും കടിക്കുമോ? അത്ര സുന്ദര നിർമ്മലനല്ലേ ഭഗവാൻ കണ്ണൻ. ആർക്കെങ്കിലും തോന്നുന്നതാണോ? പക്ഷേ ആർക്ക് തോന്നും? കൽമഷന്മാർക്ക്, പാപികൾക്കേ തോന്നും. കണ്ണനെ കാണുമ്പോൾ ഓപ്പോസിറ്റായിട്ട് തോന്നും. അതുപോലെ ഇവിടെ കാളിയൻ എന്താ പറയുക, വിഷമല്ലേ? കാളിയൻ്റെ മനസ്സ് ദുഷിച്ചതല്ലേ, അഹങ്കാരിയല്ലേ. അതുകൊണ്ട് കൽമഷന്മാർക്ക് തോന്നുമല്ലോ. തെളിഞ്ഞെന്മന പങ്കജേ വഴുക പോകായെന്നും. മനസ്സ് തെളിഞ്ഞവർക്ക് അങ്ങനെ തോന്നുമോ? എന്മന പങ്കജേ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവായ ആ കൃഷ്ണനെ, നമ്മുടെ മാനസ പങ്കജത്തിൽ അങ്ങനെയുള്ളവർക്ക് തോന്നുമോ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉണ്ണിയെ മസ്തകം കൊണ്ട് അടിച്ചിടിനാൻ, തിണ്ണം അടുത്ത് ചുറ്റിടിനാൻ. പിന്നെയും ഈ കുഞ്ഞിനെ, ഈ കൃഷ്ണനെ അവൻ മസ്തകം കൊണ്ടൊക്കെ അടിച്ചു, തിണ്ണം അടുത്ത് ചുറ്റിടിനാൻ. പിന്നെ ഭഗവാനെ ചുറ്റുന്നു ദേഹത്തിൽ. കണ്ണനുടെ ഉടൽ കാളിയൻ ചുറ്റി അവണ്ണമേ കണ്ടൊരു ഗോപാലബാലരും. പുണ്യമേ എന്നുള്ള ഗോക്കളുമൊക്കവേ കണ്ണുനീർ തൂകിനാർ മായാമയങ്ങളും. ഭഗവാന്റെ ഉടലിൽ, ശരീരത്തിൽ കാളിയൻ ചുറ്റിയപ്പോൾ അത് കണ്ടു നിന്ന ഗോപാലബാലരും പുണ്യമേ എന്നുള്ള ഗോക്കളും. പശുക്കൾ അത്ര പുണ്യമുള്ളവരാണ്. ഗോക്കൾ ഈ മൃഗങ്ങളെപ്പോലെ ശുദ്ധത ആർക്കാ ഉള്ളത്? മനുഷ്യരൊക്കെ എത്രമാത്രം ഓർത്താൽ ഇവിടെ ഗോപൻ കുട്ടികളെല്ലാം നല്ലവരാ. കൃഷ്ണനോടൊപ്പം നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ചള്ളാവൂ? അതിനേക്കാളാണ് ഭഗവാന്റെ ആ പശുക്കൾ. അപ്പോൾ എന്ത് വന്നു? ഇത് കണ്ടപ്പോൾ ഭഗവാന്റെ ഉടലെല്ലാം ഈ കാളിയും ചുറ്റി ചുറ്റി വെച്ചപ്പോൾ അത് കണ്ട് അത് കണ്ട് ഗോപാലബാലരും പുണ്യം എന്നുള്ള ഗോക്കളും ഒക്കവേ കണ്ണുനീർ തൂകിനാർ മായാമയങ്ങളും. അപ്പോൾ ഭഗവാൻ ഇത് കണ്ടപ്പോൾ അവരെല്ലാം കണ്ണുനീരൊഴുകുന്നു. അന്നേരം അമ്പാടി തന്നിൽ ഓരോ വിധം ദുർനിമിത്തങ്ങൾ കാണായി പലതരം. അന്നേരം എന്തോന്ന്, ഈ അമ്പാടിയിൽ അമ്മയും അച്ഛനൊക്കെ അവിടെ ഉണ്ടല്ലോ. ഈ കൃഷ്ണനൊക്കെ ചെല്ലേണ്ട സമയം കഴിഞ്ഞു. അവർ നോക്കിയപ്പോൾ അവിടെ ദുർനിമിത്തങ്ങൾ ഇവർക്ക് കാണുന്നു. ഈ നന്ദഗോപർക്കൊക്കെ എന്താ വ്യത്യാസം? എന്നത്തെയും പോലെ അല്ലാത്ത ചില നിമിത്തങ്ങൾ. എന്താ അത്? എന്ത് നിമിത്തങ്ങളാ? നന്ദനിടത്തു തുട തോൾ നയനവും നന്നായി വിറച്ചു തുടങ്ങി. നിരന്തരമായിട്ട് നന്ദഗോപരുടെ തുടയും തോളും നയനം കണ്ണും നന്നായി വിറച്ചു തുടങ്ങി നിരന്തരമായിട്ട്. അപ്പോൾ എന്തോ അനർത്ഥം ഉണ്ടാകുന്നത് പോലെ അവർക്ക് തോന്നുന്നു. നന്ദവിലാസിനിക്ക് അന്യഭാഗങ്ങളും നന്നായി വിറച്ചിളകുമ്പോൾ അവൾ കണ്ണുനീർ വാർത്തു തോഴി ജനത്തോടഥാ ചൊന്നാൾ കരഞ്ഞു യശോദയും. അങ്ങനെ നന്ദവിലാസിനിക്ക്, അതായത് നന്ദഗോപരുടെ ഭാര്യ യശോദയ്ക്കുള്ള അന്യഭാഗങ്ങളെല്ലാം അവർക്കും വിറച്ചു തുടങ്ങി. നന്നായി വിറച്ച് ഇളകുമ്പോൾ അവൾ കണ്ണുനീർ വാർത്ത്. കാരണം കുഞ്ഞ് ചെല്ലേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടും ഇവരെ കാണാത്തത് കൊണ്ടും ഈ പിതാവിനും മാതാവിനും ചില ഭാഗങ്ങളൊക്കെ വിറയ്ക്കുന്നു. വിട്ടൽ പോലെ നമ്മളൊക്കെ കണ്ണ് തുടിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ല. അതുപോലെ അവർക്ക് അങ്ങനെ വന്നപ്പോൾ അവർ കരയുന്നു, കണ്ണുനീർ വാർത്ത് തോഴി ജനത്തോട് പറയുന്നു. അവിടെ ദാസിമാരോടൊക്കെ പറയുവാണ്, സ്വന്നാൾ കരഞ്ഞു യശോദയും എൻ മകൻ ഇന്നേരം അൻപോട് ചെമ്മേ സഖികളുമായി വന്നാനല്ലോ. എൻ്റെ മകൻ ഇന്നലെ ഈ നേരത്ത് സഖികളുമായിട്ട് വന്നല്ലോ. കാരണം അവരുടെ ഉള്ളം പിടയ്ക്കുക. ഈ ദുർനിമിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് തുടിക്കുന്നത്, തോളും നയനങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് വിഷമം ഉള്ളിൽ അതിഭയങ്കരമായി. അത് അങ്ങനെ മാത്രമല്ല, ഇങ്ങനെ ഉള്ളതൊക്കെ സംഭവിക്കുക നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ വേദനിക്കും. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പിടപെടപ്പ് വരും. അതുകൊണ്ട് അപ്പോൾ എന്തു വരും? എൻ മകൻ ഇന്നലെ ഈ സമയത്ത് എൻ്റെ മകൻ സഖികൾ കൂട്ടുകാരുമായി വന്നല്ലോ. ഇന്നു വരുവതിനേറെ വൈകിടുവാൻ അന്യം പുനരൊരു കാരണമെന്തയ്യോ. അവർ കരഞ്ഞു വിളിക്കുവാണ്, അത്രത്തോളം വിഷമിക്കുവാണ്. എൻ മകൻ ഇന്നേരം അൻപോട് ചെമ്മേ സഖികളുമായി വന്നാനല്ലോ. ഇന്ന് വരുവതിനേറെ വൈകിടുവാൻ അന്യം പുനരൊരു കാരണമെന്തയ്യോ. ഇന്നെന്താ കാരണം? കണ്ണൻ എന്താ വരാത്തത്? ഇന്നലെ ഈ സമയത്ത് ഇനി വന്നല്ലോ. മന്ദസ്മിതം പൂണ്ട് സുന്ദര വക്ര അരവിന്ദം എൻ മുന്നിലാമാറു കാണാകയാൽ. പുഞ്ചിരി പൂണ്ട് നിൽക്കുന്ന ഭഗവാന്റെ സുന്ദരമായിരുന്ന ആ വക്രം, ആ മുഖം, അരവിന്ദം ആയിരിക്കുന്ന മുഖം എൻ മുന്നിലാമാറ് കാണാത്തത് കൊണ്ട് ഉള്ളിൽ
വരുന്ന അഴൽ ചൊല്ലാവതല്ല മറ്റുള്ള ഉഴന്ന് മാകിഴിനാൻ നന്ദനും. അവരച്ഛനും അമ്മയും കൂടെ ശരിക്ക് വിഷമിക്കുന്നു. ഉള്ളിൽ വരുന്ന അഴൽ ഒരു കുഞ്ഞിനെ കാണാതെ വരുമ്പോഴേ അതിൻ്റെ ഒരു വിഷമം നമുക്ക് അറിയാൻ പറ്റൂ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അരമണിക്കൂർ നേരം ഒന്ന് കണ്ടില്ല. ഇവൻ എൻ്റെ മകനായിരുന്നു. അത് 2 ദിവസം അങ്ങനെ സംഭവിച്ചു. അപ്പം അവരെവിടെയെങ്കിലും ഇങ്ങോട്ട് നമ്മളെ തിരക്കി എങ്ങോട്ടെങ്കിലും പോകുന്നതാണ്. പക്ഷെ ആരും അറിയത്തില്ല. എവിടെ ആൺകുട്ടികളാവുമ്പം പെട്ടെന്നാണ് നടന്നു പോണത്. കണ്ണടച്ച് തുറക്കുമ്പോൾ എവിടെയെങ്കിലും എത്തും. അങ്ങനെ അപ്പോഴൊരു മരണ വീടാണ് നമ്മുടെ വീട്. അതുപോലെ ഉള്ളിൽ വരുന്ന അഴൽ ചൊല്ലാവതല്ല, അത് അറിവുള്ളവർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. അതുകൊണ്ട് അച്ഛനും അമ്മയും അത്രമാത്രം നന്ദനും നന്ദഗോപരും യശോദയും അത്രമാത്രം വിഷമിക്കുന്നു. മാഴികിഴിനാൻ നന്ദനും. കന്നുകിടാങ്ങളെ മേച്ചു വനങ്ങളിൽ ചെന്നു കടന്നു മുള്ളന്നു കുത്തിയിലല്ലി. കുഞ്ഞുങ്ങളെ ഈ പശുക്കളെയൊക്കെ മേച്ചു പോയി വനങ്ങളിലൊക്കെ ചെന്ന് കുഞ്ഞിൻ്റെ കാലിലെങ്ങണം മുള്ളങ്ങണം പൊത്ത് കയറിയോ? ആണോ? കന്ദരവാസ മൃഗേന്ദ്ര നിനാദം ആകർണ്യ വിറച്ച് മോഹിച്ചു വീണിയിലല്ലി. കന്ദരവാസ ഈ മൃഗങ്ങൾ, വനത്തിലെ മൃഗങ്ങളങ്ങാണ് അവരുടെ നാദം. മൃഗങ്ങളൊക്കെ ഈ വലിയ നാദം പുറപ്പെടുവിപ്പിക്കുമ്പോൾ ആകർണ്യ വിറച്ച് മോഹിച്ചു വീണിയിലല്ലി. എങ്ങനെയാ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്നില്ല. കന്നുകിടാങ്ങളെ മേച്ചു വനങ്ങളിൽ ചെന്നു കടന്നു മുള്ളൊന്നു കുത്തിയിലല്ലി. കന്ദരവാസി മൃഗേന്ദ്ര നിനാദം ആകർണ്യ വിറച്ച് മോഹിച്ചു വീണീലല്ലേ. ഈ മൃഗങ്ങളൊക്കെ ഗുഹകളിലൊക്കെ അല്ലേ കഴിയുന്ന, അങ്ങനെ അവരുടെ നാദങ്ങളൊക്കെ കേട്ടെങ്ങാണ് കുഞ്ഞ് കേട്ടിട്ട് അകർണ്യ ചെവിയിൽ കേട്ടിട്ട് വിറച്ച് മോഹിച്ച് വീണുപോയോ? പർണപുഷ്പങ്ങൾ പറിപ്പാൻ ഒരുമ്പെട്ട് ചെന്നു മരമേറി നിന്ന് വീണീലല്ലേ. ഈ കുഞ്ഞിനെ കാണാതെ താമസിക്കുമ്പോൾ അമ്മമാരിങ്ങനെയാ പലതും ചിന്തിച്ചിട്ട്, അങ്ങനെയാണോ ഇങ്ങനെ സംഭവിച്ചോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പലതും അവിടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കും. വൻപുലി മുന്നിൽ അകപ്പെട്ടു സംഭ്രമിച്ച് അമ്പരെ ചൊല്ലി വലഞ്ഞു പോയില്ലല്ലേ. പുലിയെങ്ങാണം വന്നകപ്പെട്ട് സംഭ്രമിച്ചെങ്ങാണം അങ്ങനെ വലഞ്ഞു പോയോ? പിള്ളരുമായി പിടിപെട്ട് അഭിമാനിച്ചു തല്ലി മയങ്ങി ഉള്ളുള്ളമായില്ലല്ലേ. പിള്ളേർ തങ്ങളെ അടികൂടിയോ? ഉള്ള കറികളും ചോറും ആറി തനിക്കുള്ള അഴൽപ്പെട്ട് ചൂടായി ചമഞ്ഞു വിഭോ. മക്കൾ തനിക്കൊന്നുമില്ലാകിൽ എപ്പോഴും ദുഃഖിച്ചിരിക്ക എന്നായി വരും ഈശ്വര. ഇവിടെ ഉള്ള കറികളും ചോറും ഒക്കെ ആറി തണുത്ത് ഉള്ള അഴൽപ്പെട്ട് ചൂടായി ചമഞ്ഞു വിഭോ. എന്നിട്ടോ മക്കൾ തനിക്ക് ഒന്നുമില്ലാകിൽ എപ്പോഴും ദുഃഖിച്ചിരിക്ക എന്നായി വരും. അപ്പം കുഞ്ഞുങ്ങളില്ലെങ്കിലും നമുക്ക് വിഷമം. അതാണ് പറഞ്ഞത്. കുട്ടികളില്ലെങ്കിൽ ദുഃഖിച്ചിരിക്കും. ഇല്ലല്ലോ, എനിക്ക് ഭഗവാൻ തന്നില്ലല്ലോ എന്നും പറഞ്ഞ്. പെറ്റു വളർത്തുകൊള്ളുവാനും പണി തുലോം മറ്റാരുമില്ലൊരാധാരം ഓർത്താലയോ. ചിത്തേ വിചാരിക്ക പുത്ര സമ്പത്തികൾ ഇത്ര പരിഭ്രമിക്കുന്നവരാരുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് ഇത്രയും വിഷമിക്കുന്നത്. കാരണം യശോദയെ പോലെ വിഷമിക്കുന്നവർ ആരുമില്ല. ഭഗവാൻ ഒരുപാട് കാരണങ്ങൾ അവിടെ ചെയ്തു കൂട്ടി ഇത്രയും നാളിനകം. ഈ കുഞ്ഞായി 10 വയസ്സിനകത്ത് തന്നെ എന്താ കാരണം? ഒരുപാട് വിഷമങ്ങൾ. പക്ഷേ എല്ലാത്തിനും ഭഗവാൻ രക്ഷ കിട്ടി. എന്നാലും ദുഃഖിക്കാൻ അവരിതുപോലെ എപ്പോഴും കുഞ്ഞിനെ കൊണ്ട്, അല്ലാതെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ആരെ കൊണ്ടെങ്കിലും കിട്ടും. പക്ഷേ ഒരു മകനെ കൊണ്ടൊക്കെ ഇത്രയും ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമാത്രം ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അതാണ് മക്കൾ തനിക്ക് ഒന്നുമില്ലെങ്കിൽ എപ്പോഴും ദുഃഖിച്ചിരിക്കുക എന്നായി വരും ഈശ്വര. കുഞ്ഞുങ്ങളില്ലെങ്കിലും ദുഃഖം. പെറ്റു വളർത്തുകൊള്ളുവാനും പണി തുലോം മറ്റാരുമില്ലൊരാധാരം ഓർത്താലയോ. ഇങ്ങനെ പെറ്റു വളർത്താനും വളരെ കഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കണ്ടില്ലെങ്കിലോ അതിനേക്കാൾ ദുഃഖം. ചിത്തേ വിചാരിക്ക പുത്ര സമ്പത്തികൾ ചിത്ര പരിഭ്രമിക്കുന്നവരാരുള്ളൂ. ഇങ്ങനെ വിഷമിക്കുന്ന ഈ പുത്രന്മാരുള്ള വീടുകളിൽ ഏത് അമ്മമാരാണ് ഇത്രയും വിഷമിക്കുന്നത്? ദുഃഖിപ്പതിൻ്റെ ഒരു പാത്രമായേനഹം. ദുഃഖിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ എൻ്റെ ദാഹം ഞാനേ. യശോദ തന്നെ പറയാം, ഞാൻ പുത്രനെ ഈ ദുഃഖിപ്പാൻ വേണ്ടിയാണല്ലോ ഞാനിങ്ങനെ ഈ പുത്രനെ കൊണ്ട് എൻ്റെ ദേഹം, ആ പാത്രം ഞാൻ, അതായത് നമ്മുടെ ശരീരം, ഞാൻ എനിക്ക് തന്നെയാണല്ലോ വിധി. മക്കളെ കൊണ്ട് ദുഃഖിക്കാനാണല്ലോ, മകനെ കൊണ്ടൊക്കെ. വ്യഗ്രം പ്രസവിയാഞ്ഞെത്ര പൂണ്ടേ നടേ. പെറ്റു ചെറിയവനെ കണ്ട നാൾ മുതൽ ഉറ്റു തുടങ്ങിയ ദുഃഖം മരിപ്പോളം. വ്യഗ്രം പ്രസവിയാഞ്ഞ എത്ര പൂണ്ടേ നടേ. അപ്പം ഈ പ്രസവിക്കാഞ്ഞാലും പ്രസവിച്ചാലും എല്ലാം ഇതൊക്കെ അതായിരിക്കും പറയുന്നത്. അതുകൊണ്ട് പെറ്റ് ചെറിയവനെ, ഈ കുഞ്ഞിനെ കണ്ട നാൾ മുതൽ ഉറ്റു തുടങ്ങിയ ദുഃഖം മരിപ്പോളം. ഇത്രയും നാളായിട്ടും ഈ കുഞ്ഞിനെ കൊണ്ട് എപ്പോഴും വിഷമമേ ഉള്ളൂ. പെറ്റു ചെറിയവനെ, ഈ കുഞ്ഞിനെ പെറ്റു തുടങ്ങി അന്ന്, കാരണം 15-ൻ്റെ അന്നോട്ട് തുടങ്ങിയതാണ്. പൂതന വന്നാണ് ആദ്യം തുടക്കം. അന്നോട്ട് ദുഃഖങ്ങളാണ് അമ്മയ്ക്ക്. ഭഗവാന് വിഷമമൊന്നും വന്നില്ലെങ്കിലും
എത്രത്തോളം കഷ്ടപ്പാട് ഇതിനാമച്ച കുഞ്ഞ് അനുഭവിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്ന് തുടങ്ങിയാണ് ഈ ദുഃഖം, ഇനി മരിപ്പോളം ഇത് തന്നെയാണ് എന്നാണ് ഈ അമ്മ പറയുന്നത്. പറ്ററെ വിട്ടു പോയിടുകയല്ലിതു, പോയിടുകയില്ല അത് പറ്റും കുമാരനെ കിട്ടുകലീശ്വരാ. ഇനി സമയം പോയല്ലോ. ഒട്ടും അടുത്തു വന്നീലെൻ മകൻ, പശുക്കുട്ടികൾ ഒച്ചകൾ കേട്ടതില്ലെങ്ങുമേ. പ്രജതൻ കുഴൽനാദവും കേട്ട് അതിലിപ്പോൾ എനിക്കിനി എന്താവതീശ്വര. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾ വരുന്ന സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഒച്ച പശുക്കളുടെ നടത്തകളോ അല്ലെങ്കിൽ ഓടക്കുള്ളിൻ്റെ വായനകളോ ഇതൊന്നും ഒട്ടും അടുത്ത് വന്നില്ല. ഈ അടുത്ത് പോലും ഈ ഒത്തിരി അകലെ വരുമ്പോഴേ കേൾക്കാം, കുട്ടികളും പശുക്കളൊക്കെ വരുമ്പോൾ. ഇവിടെ എങ്ങും എത്തിയിട്ടില്ല, ഒട്ടും അടുത്ത് വന്നില്ല എൻ മകൻ. പശുക്കുട്ടികൾ ഒച്ചകൾ കേട്ടതില്ലെങ്കിൽ പശുക്കുട്ടികളെ ഒച്ച കേൾക്കുന്നില്ല. പ്രജതൻ കുഴൽനാദവും അവരുടെ മകൻ്റെ അവരുടെ ഓടക്കുഴലിൻ്റെ നാദവും കേട്ടതില്ലിപ്പോൾ എനിക്കിനി എന്താവതീശ്വര, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്താ കാരണം? എന്തെന്ത് തോഴി വരായ്വാൻ മമാത്മജൻ അന്തരാ, വൈരികളുണ്ടവൻ ഏറ്റവും. അപ്പോൾ ഇവൻ എന്താ തോഴി വരാൻ താമസിക്കുന്നത്, ഇവന് ഒരുപാട് വൈരികൾ ശത്രുക്കളുണ്ട് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. കാളന്തി തന്നിലിറങ്ങി നീന്തും വിധോ കാളിയൻ ചുറ്റി വലഞ്ഞു പോയില്ലല്ലേ, അതും അവർ ചിന്തിച്ചു. സത്യത്തിൽ അതാണ് നടക്കുന്നത്. കാളന്തി തന്നിലിറങ്ങി നീന്തും വിധോ കാളിയൻ ചുറ്റി വലഞ്ഞു പോയില്ലേ. എല്ലാവർക്കും നമസ്കാരം. തൊണ്ട ഞരമ്പ് കുരുടുന്ന് മതിയാക്കി. അല്ലെങ്കിൽ സമയം പോയി, ഇവരെ നിർത്താനൊരു ഭാഗം വന്നില്ല. അതുകൊണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം.